രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. തളർന്ന മനസ്സും ശരീരവുമായി അവളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു തരം നിർവികാരതയായിരുന്നു അനുഭവപ്പെട്ടത്. ഉയരങ്ങളിൽ നിന്ന് ഒരുപാട് തവണ താഴെ വീണവന്റെ അതേ ഭാവം. അവൾക്ക് പക്ഷെ അങ്ങനെയായിരുന്നില്ല. ആ വിടർന്ന കണ്ണുകളിലെ തിളക്കം പണ്ടത്തേനേക്കാൾ വർദ്ധിച്ച പോലെ. സുഖാണ് മാഷേ. ഔപചാരികതയ്ക്ക് വേണ്ടി അതേന്ന് കള്ളം പറയാം. പക്ഷെ അവളോട് അതിന്റെ ആവശ്യകതയുണ്ടെന്ന് തോന്നിയില്ല. വെറുതെ ഒന്ന് ചിരിച്ചു. ഞങ്ങൾക്ക് തണൽ വിരിച്ചു നിന്നിരുന്ന ഇളഞ്ഞിമരത്തിന്റെ മുമ്പിലെ റോഡിലൂടെ ആളുകൾ അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ഓരോ മനുഷ്യർക്കും ഓരോ കഥയുണ്ടാവും. പ്രണയവും വിരഹവും കാമവും ദേഷ്യവും പകയും സന്തോഷവും സങ്കടവും നഷ്ടങ്ങളും എല്ലാം ഉൾപ്പെട്ട 100,000 കഥകൾ. പക്ഷെ ഒരിക്കൽ സ്വന്തമെന്ന് അഹങ്കരിച്ച് സ്നേഹിച്ചിരുന്ന ആളെ വേറൊരാളുടെ സ്വന്തമായതിനു ശേഷമുള്ള കൂടിക്കാഴ്ച ഇതിൽ എത്ര പേർ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. മാഷെന്ത് ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നോട് ദേഷ്യാണോ? എന്തിന്? നീ അതിനെന്നെ ചതിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലേ? ആ ഉണ്ടക്കണ്ണുകളിലേക്ക് നോക്കാൻ നേർത്ത ഭയം തോന്നി. കാന്തിക ശക്തിയുള്ള കണ്ണുകളാണ് അവൾക്ക്. എൻ്റെ മനസ്സിലുള്ള മുഴുവൻ അത് വലിച്ചെടുക്കും. ആരൊക്കെയോ നിയന്ത്രിക്കുന്നതാണ് നിന്റെ ജീവിതം. എല്ലാം മറ്റുള്ളവർ തീരുമാനിക്കും, നീ അനുസരിക്കും. ഇത്തവണയും അങ്ങനെ തന്നെ. അതിൽ നിന്നോട് ദേഷ്യം തോന്നിയിട്ടെന്ത് കാര്യം? ഒരു പൂവിരിയുന്ന മനോഹാരിതയോടെ അവൾ പുഞ്ചിരിച്ചു. മാഷോളെന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ മാതാപിതാക്കൾ പോലും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ വിധി വരില്ലായിരുന്നു. ഞാൻ പുറകിലെ പാർക്കിലേക്ക് നോക്കി. അവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. എൻ്റെ മോനും അവളുടെ മകളും. ഒരിക്കൽ ഒരുമിക്കാൻ കൊതിച്ച ഞങ്ങളുടെ മക്കൾ. വൈഷ്ണവിന് മാഷിൻ്റെ അതേ ചായ. ഫോട്ടോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അവിടെ നേരെ തിരിഞ്ഞു. നേരിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ഇങ്ങനെയായിപ്പോയി അല്ലേ മിന്നു? മെഹറിൻ എന്ന പേര് ചുരുക്കി മിന്നു എന്ന് വിളിച്ച ഞാനാണ്. മെഹറിൻ, മഴവിലിൻ്റെ വശ്യമായ സൗന്ദര്യമുള്ള പെണ്ണ്. ഒരു സൗഹൃദ കൂട്ടായ്മയുടെ വാർഷികാഘോഷത്തിൽ വെച്ചാണ് ഞാൻ അവൾ ആദ്യമായി കാണുന്നത്. കൂട്ടുകാരൻ ഷമീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ എത്തിപ്പെട്ടതാണ് ഞാൻ. ഹാളിൽ നിറയെ അപരിചിതരായ ആളുകൾ. സ്റ്റേജിൽ ആരൊക്കെയോ പ്രസംഗിക്കുന്നു. ഷമീർ എന്നെ അവിടെ ഇരുത്തി മറ്റൊരു സുഹൃത്തിന്റെ കൂടെ പുറത്തേക്ക് പോയതാണ്. വരണ്ടായിരുന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ. രാവിലെ കഴിച്ച മദ്യത്തിന്റെ ലഹരിയൊക്കെ എവിടെയോ പോയി കഴിഞ്ഞു. 2 അടിച്ചാൽ ഈ വിരസത മാറിയനെ. അല്ലെങ്കിലും എനിക്ക് ഈ പ്രോഗ്രാമുമായിട്ട് എന്ത് ബന്ധം? പണ്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ കഥകളും കുഞ്ഞു കവിതകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് 3 വർഷത്തോളമായി. അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐഡിയ ആര് തിരിച്ചറിയാൻ? ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബാർ കണ്ടിരുന്നു. നേരെ അവിടെ ചെന്ന് മദ്യം കഴിച്ചുകൊണ്ട് ഷമീറിനെ കാത്തിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ എഴുന്നേറ്റ് ഡോർ ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് എന്നെപ്പോലെ തന്നെ പരിഭ്രമിച്ചുകൊണ്ട് ചുറ്റും നോക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. മഞ്ഞ നിറത്തിലുള്ള ഒരു ചുരിദാറായിരുന്നു വേഷം. അതിന്റെ ഷോള് തലയിൽ തട്ടമായി ഇട്ടിട്ടുണ്ട്. ചുമലിൽ ഒരു കൊച്ചു കുഞ്ഞ് ഉറങ്ങുന്നു. ഞാൻ പതിയെ അവിടെ അടുത്തെത്തി. എന്തുപറ്റി? വല്ലതും കളഞ്ഞുപോയോ? എൻ്റെ ചോദ്യം കേട്ട് അവൾ പേടിയോടെ നോക്കി. ഏയ് ഇല്ല. പിന്നെന്താ? അവിടെ ഒരുപാട് ചെയറുകൾ ഒഴിവുണ്ടല്ലോ. കുഞ്ഞിനെയും കൊണ്ടിരുന്നൂടെ? ഞാൻ ഷമീർക്കെ കാണാമെന്നാ ഇവിടെ ഉണ്ടാകുന്നു പറഞ്ഞു. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഏത് ഷമീർ? ഷമീർ മുഹമ്മദ്, ഗ്രൂപ്പിന്റെ അഡ്മിനാ. ആളെ പിടികിട്ടിയത് ഞാൻ ചിരിച്ചു. എന്നെ ഇവിടെ കൊണ്ടിരുത്തി മുങ്ങിയ അതേ ഷമീർ. അവൻ പുറത്തു പോയതാ, വരും. താനവൻ്റെ ആരാ? അതിനുത്തരം പറയാതെ അവൾ പരിങ്ങി. പേടിക്കണ്ട കുട്ടി, ഞാൻ ഷമീറിന്റെ ഫ്രണ്ടാ, സുജിത്ത്. ആ പെൺകുട്ടിയുടെ മുഖത്തെ ഭയം മാറി നീലാവതിച്ച പോലെ തെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. സുജിത്ത് ദേവദാസാണോ? ഇപ്പോൾ അമ്പരപ്പ് എനിക്കായി. എന്നറിയാമോ? ഉവ്, ഷമീർക്ക് പറഞ്ഞറിയാം. സ്റ്റേജിൽ ആരോ എന്തോ കോമഡി പറഞ്ഞപ്പോൾ കൈയടി വെച്ച് മുഴങ്ങി. വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ഞാൻ നടന്നു. പിന്നാലെ അവൾ. ആദ്യം കണ്ട കൂൾ ബാറിന് മുമ്പിലെത്തി 2 ജ്യൂസ് ഓർഡർ ചെയ്തു. ഷമീറിന് വെറുതെ കാണാമെന്നാണോ? ഒരു ഗ്ലാസ് ജ്യൂസ് അവളുടെ മുമ്പിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഏയ്, ഈ പ്രോഗ്രാമിന് എന്തായാലും വരണമെന്ന് ഷമീർക്ക് പറഞ്ഞിരുന്നു. ഇന്ന് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർത്ത്. ഡോക്ടർ ചെയ്യാകുമ്പോഴേ എത്തും. എന്നാൽ ഇവിടെ നിന്ന് കയറാമെന്ന് കരുതി. തൻ്റെ പേരെന്താ? മെഹറിൻ. താൻ എഴുതാറുണ്ടോ? ഏയ്, ഗ്രൂപ്പിലെ കഥകളെല്ലാം ഒന്ന് വിടാൻ വായിക്കും. കമന്റിലേക്കൊന്നും ഇടാറില്ല. അവൾ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ മാഷിനെ കാണാൻ വന്നാ. എന്നെയോ? ഞാൻ വീണ്ടും അമ്പരന്നു. അതെ, പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനായിരുന്നു മാഷ്. പിന്നെ കഥകൾ കാണാതായപ്പോൾ ഷമീർക്കയോട് ചോദിച്ചു. ഫാമിലി ഇഷ്യൂസ് കാരണമാണ് എഴുതാത്തതെന്ന് ഷമീർക്ക പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടെ ആ കഥകളൊക്കെ തേടി പിടിച്ച് വായിക്കാറുണ്ട്. ഇന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നു ഷമീർക്ക പറഞ്ഞു. ശരിക്കും മാഷിന് എന്താ പറ്റിയത്? കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ. അതോടെ എഴുതാനുള്ള താല്പര്യം പോയി. ഇപ്പം ആ ടച്ച് വിട്ടു. കഷ്ടമുണ്ട് കേട്ടോ, അവൾ പരിഭവിച്ചു. നിങ്ങളെപ്പോലെ കഴിവുള്ളവരൊക്കെ അത് നശിപ്പിക്കരുത്. മെഹറിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാവരും. ഒരൊഴുക്കമട്ടിൽ പറഞ്ഞ ശേഷം അവൾ വാശിയിൽ നോക്കി. ഞാൻ പോട്ടെ മാഷേ. ഷമീറിനെ കാണണ്ടേ? ഇക്കെ ഞാൻ വിളിച്ചാലോ? എന്നാലും മാഷിനെ കാണാൻ പറ്റിയല്ലോ. ഒത്തിരി സന്തോഷം. പറ്റുമെങ്കിൽ ഞങ്ങൾക്കൊക്കെ വേണ്ടി എഴുതാൻ ശ്രമിക്കുക.
ഞാൻ തടഞ്ഞിട്ടും 2 ഗ്ലാസ് ജ്യൂസിന്റെ കാശ് കടയിൽ കൊടുത്ത് അവൾ ഫുട്പാത്തിലൂടെ നടന്നകന്നു. അത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷവും ഒരാളെന്റെ എഴുത്തുകളെ മറന്നില്ല എന്നത് ഒത്തിരി ആശ്ചര്യമുണ്ടാക്കി. അവളുടെ ആ മനോഹരമായ ചിരിയും ശബ്ദവും എന്നിലൊരു പുത്തനുണർവ് പകർന്ന പ്രതീതി. അതൊരു പാവം കുട്ടിയാടാ. വിവരം അറിഞ്ഞപ്പോൾ ഷമീർ പറഞ്ഞു, നിനക്കൊരു 10 കഥകൾ എഴുതാനുള്ള തീം അവളുടെ ലൈഫിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ക്ലാസ് ടോപ്പർ ആയിരുന്നിട്ടും 18 കഴിയുമ്പോഴേക്കും അവൾ വീട്ടുകാർ കെട്ടിച്ചു. ആ ബന്ധം വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുറെ അനുഭവിച്ചു. സഹിക്കാനാവാതെ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് വീട്ടുകാർ ഇടപെട്ടത്. അപ്പോഴേക്കും ഗർഭിണിയായി. ഇപ്പൊ ഡിവോഴ്സ് കഴിഞ്ഞു. എന്നിട്ടും അതിനൊരു സ്വസ്ഥതയുമില്ല. വീണ്ടും കെട്ടിക്കാനാ വീട്ടുകാരുടെ ശ്രമം. അവള് കുഞ്ഞിത്തിരി വലുതാൻ വേണ്ടി കാത്തിരിക്കുക അവര്. കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വീട്ടുകാർ അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയോട് ചെയ്യോടാ? എനിക്ക് വിശ്വാസം വന്നില്ല. അങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് സുജി. മറ്റുള്ളവർ എന്ത് കരുതെന്നോർത്ത് മക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന തന്തമാരും തള്ളമാരൊക്കെ ഒരുപാടുണ്ട്. നിനക്കെങ്കിലും അവളെ രക്ഷിച്ചൂടെ ഷമീറേ? അതിന് അവൾ കൂടി തോന്നണ്ടേ? എൻ്റെ അനിയത്തിയെ പോലെ കരുതിയിട്ട് സേഫായിട്ട് എവിടെയെങ്കിലും ജോലി താമസമൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ അവള് തയ്യാറല്ല. അവൾക്ക് താഴെയുള്ള 3 പെൺകുട്ടികളുടെയും ജീവിതത്തെ അത് ബാധിക്കുന്ന പേടി. താനോ ഇങ്ങനെയായി. മറ്റുള്ളവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു അവളുടെ ചോദ്യം. ആകെയുള്ള സന്തോഷം ആ കുഞ്ഞും പിന്നെ വായനയും പാട്ട് കേൾക്കുന്നൊക്കെയാ. നിന്റെ എഴുത്ത് ഒത്തിരി ഇഷ്ടമായിരുന്നു അവൾക്ക്. ഇങ്ങനെ ഒരു പെണ്ണിന്റെ കാര്യം നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് അധികാരമൊന്നും ആയിട്ടില്ലടാ. അന്ന് രാത്രി വീട്ടിലെത്തി കിടക്കാൻ നേരമാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊരു കോള് വന്നു. ഹലോ മാഷേ, ഉറങ്ങിയോ? വളരെ പതുക്കെയുള്ളൊരു പെൺസ്വരം. ഇല്ല, ഇതാരാണ്? ഞാനാ മെഹറി. ഇന്ന് പരിചയപ്പെട്ടില്ലേ? ഷമീർക്ക് ഞാൻ നമ്പർ തന്ന്. ആ താനോ? ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവിടുത്തെ ചുവരുകൾക്ക് പോലും കാതുണ്ട് മാഷേ. രാത്രി ഫോൺ ഉപയോഗിക്കാനൊന്നും അനുവാദമല്ല. ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണൊരുത്തി വഴി തെറ്റുന്ന പേടി. എൻ്റെ കാര്യങ്ങളൊക്കെ ഷമീർക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ആ, കുറേയൊക്കെ. മാഷ് ഫുഡ് കഴിച്ചോ? ഉവ്, താനോ? ആ, കിടന്നു. മോളെ ഇറക്കിയായിരുന്നു. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ശരിക്കും മാഷിനെന്താ സംഭവിച്ച്? ഷമീർ പറഞ്ഞില്ലേ? ഇല്ല, എല്ലാം നേരിട്ട് ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടൊന്നുമില്ല മേറി. എൻ്റെ ഭാര്യ മരിച്ചു. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കുറച്ച് നാൾ പോലീസ് സ്റ്റേഷൻ കയറിറങ്ങി നടക്കേണ്ടി വന്നു. നിരപരാധിത്വം തെളിയിക്കുമ്പോഴേക്കും ജോലി പോയി. വീട്ടുകാർ ഒറ്റപ്പെടുത്തി. അങ്ങനെ ജീവിതം മാറിപ്പോയി. അപ്പുറത്ത് കുറേ നേരം മൗനം. ഹലോ, പോയോ? ഇല്ല മാഷേ. ഇപ്പൊ താൻ ചിന്തിക്കുന്നുണ്ടാവും, തൻ്റെ എക്സ് ഹസ്ബൻഡിനെ പോലെ ഒരുത്തനാണ് ഞാനെന്നല്ലേ? ഒരിക്കലുമില്ല. അയാളെ പോലെ ആവും നിങ്ങൾക്കെന്നല്ല ഒരു മനുഷ്യനും പറ്റില്ല. പഴയതൊക്കെ ഓർമ്മിച്ചതിൽ സോറി. എഴുത്ത് നിർത്തിയതിൻ്റെ കാരണം അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചതാ. സാറില്ല. എന്നോട് വളരെ ചുരുക്കം ചിലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മാഷിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? മെക്കാനിക്കാ. ആദ്യം വേറെ ഏതോ വലിയ കമ്പനിയിലായിരുന്നില്ലേ? ഷമീർക്ക് പറഞ്ഞായിട്ട് ഓർക്കുന്നു. ആ, അതാ നഷ്ടപ്പെട്ടു. പിന്നെ ബൈക്ക് മെക്കാനിക്കിന്റെ ജോലി പണ്ട് ചെയ്തിരുന്നുണ്ട്. ഇന്ന് കഞ്ഞിടിച്ചു പോകുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും മോനും മാത്രം. അച്ഛനും അമ്മയും അനിയത്തിയും അവളുടെ ഭർത്താവും വേറെ താമസം. ആഹാ, മാഷിന് മോനുണ്ടോ? എന്താ പേര്? എത്ര വയസ്സായി? വൈഷ്ണവ്. ഇപ്പൊ 5 വയസ്സ്. പിന്നെയും കുറച്ചു നേരം മൗനം. ശരി മാഷേ, ഗുഡ് നൈറ്റ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് മേറിൻ ഫോൺ വെച്ചു. എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു നിരാശ. ആ പെൺകുട്ടി എൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു വരാൻ ഞാൻ എന്തിനാണ് അനുവദിച്ചത്? അങ്ങനെയൊരു പതിവില്ലാത്തതാണ്. ഞാനും മോനും പിന്നെ വീണുമ്പിലെ ചെറിയ കടമുറിയിൽ നടത്തുന്ന വർക്ക്ഷോപ്പ് മാത്രമാണ് ലോകം. അടുത്ത സുഹൃത്തുക്കളായിട്ട് ആരുമില്ല. ഷമീർ പോലും ഒരു പരിധിക്കപ്പുറം എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. പക്ഷെ അവളോടെല്ലാം എന്തുകൊണ്ട് എനിക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു അറിയില്ല. അടുത്ത ദിവസം രാത്രി വീണ്ടും മെഹറിൻ വിളിച്ചു. ഞാൻ കരുതി താനിനി വിളിക്കില്ല എന്ന്. ഇന്നലെ മാഷിൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അതാ ഒന്നുമില്ലാതെ പോയത്. അതിലെന്തത്ര സങ്കടപ്പെടാൻ? 5 വയസ്സായ കുട്ടിയും കൊണ്ട് മാഷി തനിച്ച്. അവനുള്ളതുകൊണ്ടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. ആ കളിയും ചിരിയും കാണുമ്പോൾ വിഷമങ്ങളൊക്കെ മറക്കും. അവനാ എൻ്റെ ബലം. എനിക്ക് അതുപോലെ തന്നെയാണ് മാഷേ. മോളുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഏതോ ഓർമ്മയിൽ അവളൊന്ന് ഇടവേർപ്പെട്ടു. ഞാനും ചോദിച്ചാൽ മാഷിന് വിഷമാവോ? അറിയാനുള്ള ആഗ്രഹം അടക്കി നിർത്താൻ പറ്റാഞ്ഞിട്ടാ. എന്താ ചോദിച്ചു? ശരിക്കും മാഷിൻ്റെ ഭാര്യ എന്തിനാ ആത്മഹത്യ ചെയ്ത്? മാഷ അത്ര കൊള്ളരുതാത്തവനാണെന്ന് തോന്നുന്നില്ല. അതെന്നെ തനിക്കറിയാം. മാഷിൻ്റെ കഥകളിലെ നായകന്മാരൊക്കെ നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളവരാണല്ലോ. ഞാനറിയാതെ ചിരിച്ചു പോയി. കഥ വേറെ, റിയാലിറ്റി വേറെ. എന്നാലും എനിക്ക് ഉറപ്പാ വേറെന്തോ കാരണമുണ്ട്. അറിയണം നിർബന്ധമാണോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ. എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നു. ഞാനത് കൈയോടെ പിടിച്ചു. പക്ഷേ തള്ളുകയോ കൊല്ലുകയൊന്നും ചെയ്തില്ല. അവളുടെ വീട്ടിൽ തെളിവ് സഹിതം അറിയിച്ചു. നാണക്കേട് താങ്ങാൻ പറ്റാതെ അവളങ്ങ് തൂങ്ങി. പക്ഷെ എല്ലായിടത്തും ഭർത്താവ് വില്ലനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറ്റം എൻ്റെ തലയിലായി. അവളുടെ അച്ഛൻ നേരുന്നറിയുള്ള ആളായതിനാൽ പോലീസിനോട് സത്യം പറയാൻ രക്ഷിച്ചു. എൻ്റെ വീട്ടുകാർ അങ്ങനെയായിരുന്നില്ല. അമ്മയില്ലാത്ത എൻ്റെ മോൻ അവർക്കൊരു ബാധ്യതയാവോ എന്ന ഭയം.
ഒടുവിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ അപ്പൂവും മരിക്കുമ്പോൾ എനിക്ക് എഴുതി തന്ന 5 സെന്റിലെ ഒറ്റമുറി വീട്ടിൽ ഞങ്ങൾ താമസിക്കുക. അവർക്കും ലാഭം തന്നെ. കാരണം 17-ാം വയസ്സ് മുതൽ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഞാനുണ്ടാക്കിയ വീടും സ്ഥലവും അനിയത്തി കിട്ടി. സോറി കേട്ടോ, ഞാൻ ചോദിച്ച് വിഷമിപ്പിച്ചു അല്ലേ? ഏയ് ഇല്ല, ഒന്ന് വിട്ടുപോയി. ഇന്നലെ കണ്ടപ്പോൾ മാഷി കണ്ണുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഉവ്, എനിക്ക് ചമ്മല് തോന്നി. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഡെയിലി കുടിക്കോ? ഇല്ല, പക്ഷെ ഇടയ്ക്ക് ഓർമ്മകൾ അരട്ടും. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും നല്ല മരുന്ന് മദ്യമാണ്. ഇപ്പൊ കഴിച്ചിട്ടുണ്ടോ? മോനുറക്കിയ ശേഷം വീടിന്റെ ഉമ്മറത്തിരുന്ന് നിലാവിനെ നോക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ താൻ വിളിച്ച്. കഷ്ടമുണ്ട് കേട്ടോ മാഷെ, ആ മോനെങ്കിലും ഓർക്കണ്ടേ? എനിക്ക് കുടിക്കുന്നവരെ വെറുപ്പാ. ഞാൻ താണ്ടിയ വേദന നിറഞ്ഞ വഴികൾ തനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് മെഹ്റിൻ. അതിലേക്ക് മനസ്സ് തിരിഞ്ഞടക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. അതിന് മദ്യമാണോ പരിഹാരം? ഈ ശീലം പണ്ടേ ഉണ്ടോ? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി. എന്റെ മദ്യപാനം കാരണമാണോ ഭാര്യ വേറൊരുത്തനായിട്ട് ബന്ധമുണ്ടാക്കാൻ കാരണമെന്ന്? അല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് എല്ലാവരും ചേർന്ന് പ്രതിയാക്കി അന്ന് തുടങ്ങിയതാ. അതിനുമുമ്പ് ഒരു തുള്ളി കഴിച്ചിട്ടില്ല. അവളുടെ അച്ഛൻ മോനെ എനിക്ക് തിരിച്ചു തന്ന ശേഷം പരമാവധി നിയന്ത്രിച്ചു. പക്ഷേ ഇടയ്ക്കിടെ മനസ്സ് നോമ്പ് വീണ്ടും തുടങ്ങും. അവള് മരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ കാരണം ഒരു ജീവൻ നഷ്ടമായതിൻ്റെ കുറ്റബോധം ഇന്നുണ്ട്. മാഷിന് ചേച്ചി ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാനൊരു കുറവ് അവൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്കിടയിൽ ഒരു പിണക്കവും ഒരു ദിവസത്തിന് അപ്പുറത്തേക്ക് പോയിട്ടുമില്ല. പിന്നെ എന്തിനെന്നെ ചതിച്ചു എന്നറിയില്ല. എന്നെ വേണമെങ്കിൽ പറഞ്ഞിട്ട് പോവായിരുന്നു. എനിക്ക് മനസ്സിലാവും മാഷേ. മേറിന്റെ സ്വരം പതിഞ്ഞിരുന്നു. സ്വന്തം ഭർത്താവ് വേറെത്തിയുടെ കൂടെ കിടക്കാൻ നേരിട്ട് കാണേണ്ടി വന്നവളാ ഞാൻ. അത് ചോദ്യം ചെയ്തതിന് തലയിണ മുഖത്തമർത്തി കൊല്ലാൻ നോക്കി. ആരോടെങ്കിലും മിണ്ടിയ എൻ്റെ അനിയത്തിമാരെ അതുപോലെ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തി. അയാളുടെ എല്ലാ ചെറ്റത്തരത്തിനും കൂട്ടു നിൽക്കുന്ന വീട്ടുകാരും. എന്നെ കേൾക്കാൻ ഒരാളും ഉണ്ടായില്ല, എൻ്റെ ഉമ്മയും വാപ്പയും പോലും. കരച്ചിൽ അവിടെ വാക്കുകളെ മുറിച്ചു. ആണുങ്ങളായ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും, അതൊക്കെ കണ്ടിൽ നിന്ന് അടിക്കണമെന്ന് ഉപദേശിക്കാനും ഒത്തിരി ആൾക്കാർ വന്നു. തീരെ നിവൃത്തിയില്ലാതെയാ ഞാൻ സ്വയം അവസാനിപ്പിക്കാൻ നോക്കിയത്. അതോടെയെല്ലാം എല്ലാവരും അറിഞ്ഞു. പോലീസ് ഇടപെട്ട് ഒടുക്കം കേസുവിന് വിളിച്ച ഡിവോഴ്സ് തരാമെന്നായി അയാൾ. അങ്ങനെ ഞാൻ ജനിച്ച വീട്ടിൽ തന്നെ തിരിച്ചെത്തി. പക്ഷെ ഇപ്പോഴും ഇവിടുന്ന് ഓരോ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഒന്നുകിൽ അയാളുടെ അല്ലെങ്കിൽ സ്വന്തം കൈ കൊണ്ട് അവസാനിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നും. താനങ്ങനെ ചെയ്യാത്തോണ്ടല്ലേടോ സുന്ദരിയായ മോള് കിട്ടിയത്. ചോദിക്കാൻ മറന്നു, എന്താ അവിടെ പേര്? ആലിയ. നല്ല പേര്. താനിട്ടതാണോ? അതേ മാഷേ, അവളുടെ കാര്യത്തിലെല്ലാം എനിക്ക് തന്നെ ചെയ്യണമെന്ന് വാശിയുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും മറ്റുള്ളവരെടുത്ത അവൾക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ടാവരുത്. അതിന് താനാദ്യം സ്വന്തം കാലം നിൽക്കണം, ഒരു ജോലിയൊക്കെ നേടും. വേറെ ആളുടെ ചിലവിൽ ജീവിക്കുന്നവർക്ക് പരിമിതികളൊക്കെ ഉണ്ട്. അറിയാം, ഇപ്പം എന്നെ കൊണ്ട് ഒന്നിനും വയ്യ. അയാളുടെ അടികൊണ്ട് ചതഞ്ഞ ശരീരവും മനസ്സൊക്കെ നേരെയാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. അതൊരു തുടക്കമായിരുന്നു. പിന്നെ എല്ലാ രാത്രികളിലും ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ മുറിവുകൾക്ക് പരസ്പരം മരുന്നായ സൗഹൃദം. അമ്മയില്ലാത്ത കുഞ്ഞിനെ വളർത്താൻ അവളുടെ ഉപദേശങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചു. എന്നോ മറന്നുപോയ ചിരിക്കാനുള്ള കഴിവെന്നിലേക്ക് തിരിച്ചെത്തി. അവളുടെ കടന്നുവരവ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വാക്കുകൾക്ക് അതീതമായിരുന്നു. എത്രയോ പ്രായക്കുറവുള്ള ആ പെൺകുട്ടി എനിക്ക് നല്ലൊരു സുഹൃത്തായി മാറി. എന്തും തുറന്നു പറയുന്ന നല്ലൊരു ബന്ധം. അവൾക്കും വീട്ടിലെ 100 പ്രശ്നങ്ങൾക്കിടെ ഞാനൊരു ആശ്വാസമായിരുന്നു. എന്നും മുള്ളുവെച്ച വാക്കുകളാൽ നോവിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുക്കൾ. അവളോട് കുറച്ചെങ്കിലും സ്നേഹം കാട്ടുന്ന അനിയത്തിമാർ മാത്രമാണ്. ഉമ്മാനി വാപ്പാനി പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താനും കഴിയില്ല മാഷേ. ഒരിക്കലും അവൾ പറഞ്ഞു, 4 പെൺകുട്ടികളെ വളർത്തി വലുതായി കെട്ടിക്കുകയെന്ന് നമ്മുടെ നാട്ടിൽ ചെറിയ കാര്യമല്ല. അപ്പം ഞാൻ കാരണം അനിയത്തിമാരുടെ ഭാവി തകരുമെന്ന് അവർക്ക് പേടിയുണ്ടാവില്ലേ? കെട്ടിച്ചു വിടുന്നതാണോ വലിയ കാര്യം? മിന്നു പഠിപ്പിച്ച് ജോലി വാങ്ങാൻ പ്രാപ്തരാക്കുക എന്നല്ലേ? പേരൻസിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ പെൺമക്കൾക്കും പറ്റും. എന്നാലും ഇക്കാലത്ത് ഇത്രയും പഴഞ്ചൻ ചിന്താഗതിക്കാരുണ്ടോ? അറിയില്ല. എൻ്റെ കാര്യത്തിലെല്ലാം സ്പെഷ്യലാണല്ലോ പടച്ചാൻ തന്നിരിക്കുന്നത്. ഭർത്താവ്, വീട്ടുകാർ, കുടുംബക്കാർ എല്ലാം. സാറില്ലടോ, എല്ലാം ശരിയാവും. എനിക്ക് ഉറപ്പുണ്ട് തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. മാഷേ, എന്നെ ഒരിക്കൽ കൂടി അങ്ങനെ വിളിക്കാമോ? എങ്ങനെ? ഇപ്പോൾ വിളിച്ച പോലെ. മിനു. ആ പേരെങ്ങനെ നാവിൽ കടന്നെത്തിയെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. എന്നെ ഇതുപോലെ ചെല്ലപ്പേരൊന്നും ആരും വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട ഒരാൾ. ഞാൻ വെച്ചോട്ടെ, ഇനി സംസാരിച്ചാൽ കരഞ്ഞു പോകും. മെഹറിൻ എന്ന മിന്നുവിൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി ഞാൻ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവൾ ഓടി വന്ന് പറയുന്ന എന്നോടായിരുന്നു. എൻ്റെ ആശ്വാസവാക്കുകൾ അവളിലെ തീകെടുത്തു. 3 വർഷത്തെ സൗഹൃദത്തിനിടെ എപ്പോഴും ആ ബന്ധം പ്രണയമായി മാറി. ഭൂതകാലത്തിലെ ദുരനുഭവങ്ങളെല്ലാം ഒരു പരിധിവരെ മറന്ന് 2 നാടുകളിലിരുന്ന് ഫോണിലൂടെ ഞങ്ങൾ ഒത്തിരി അടുത്തു. ആലിയമോളെ ഞാനോ വൈഷ്ണവിനെ അവളോ വേറിട്ട് കണ്ടിരുന്നില്ല. നമ്മുടെ മക്കളെന്നായിരുന്നു പറഞ്ഞിരുന്നു. നേരിൽ കാണാൻ പലതവണ കൊതിച്ചെങ്കിലും അവസരം കിട്ടിയില്ല. വീട്ടിൽ നിന്ന് തനിച്ച് പുറത്തു പോകാൻ അനുവാദം അവൾക്ക് നഷ്ടപ്പെട്ടതായിരുന്നു കാരണം. എന്നിട്ടും സഹിക്കാൻ പറ്റാതായപ്പോൾ 1-2 തവണ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടു. ശബ്ദത്തിലൂടെ മാത്രം വളർന്ന് മാനമുട്ടെ പന്തലിച്ച പ്രണയം.
വീണ്ടും അവൾക്ക് വേണ്ടി ഞാൻ എഴുതി തുടങ്ങി. മുൻപ് എഴുതിയതൊക്കെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. അക്കാലത്തായിരുന്നു അവളുടെ വാപ്പ മരിച്ചതും. അവളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കൈകടത്തിൽ അധികരിച്ചെങ്കിലും എൻ്റെ കൂടെ അവൾ ഒത്തിരി സന്തോഷവതിയായിരുന്നു. ഒരുപാട് സന്തോഷിച്ചുകൊണ്ടാവണം വിധി അടുത്ത ക്രൂരതയുമായി കടന്നു വന്നു മറ്റൊരാളുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചു. ആവുന്ന ഞാൻ ശ്രമിച്ചു നോക്കി മാഷെ, ആരും എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അനിയത്തിമാർക്ക് ആലോചനയൊന്നും വരില്ലെന്ന് അവർ പറയുന്നു. അവൾക്ക് അറിയുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒത്തിരി സ്നേഹിച്ചപ്പോഴും എന്തെങ്കിലും നഷ്ടപ്പെടുന്ന പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന്. ഞാൻ നിന്റെ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ മിന്നു? അയ്യോ വേണ്ട, ഒരിക്കലും സമ്മതിക്കില്ല. ഇവർക്ക് മതം അത്രയ്ക്ക് പ്രധാനം. എങ്ങനെ ഈ മോളെയും കൊണ്ട് ഇറങ്ങി വാ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം. എനിക്കും അതറിയാം. പക്ഷെ ഞാനങ്ങനെ ചെയ്ത താഴെയുള്ള മൂന്നെണ്ണത്തിൻ്റെ ജീവിതം അവരെന്ത് പഴിച്ച്? ഞാനും ഇങ്ങനെയായി. അവരും കൂടി വേണ്ട മാഷ്. ഞാനൊന്നും മിണ്ടിയില്ല. ഇപ്പം മാഷി ചിന്തിക്കുന്നുണ്ടാ, ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും എന്തിനീ നശിച്ചവളെ പിന്നെ മോഹിപ്പിച്ചിരുന്നു അല്ലേ? മിന്നു, ഞാൻ നല്ല തെറി വിളിക്കൂട്ടോ. എടി, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? പക്ഷെ ഞാൻ കരുതി നിന്റെ വീട്ടുകാരെന്തെങ്കിലും മനസ്സലിവ് കാണിക്കുന്ന അവർ മരണം വരെ മാറില്ല മാഷെ. അപ്പോൾ നമ്മൾ പിരിയുകയാണ്. ആയിരിക്കും. മാഷിനെ ഒഴിവാക്കി വേറെ തന്നെ കെട്ടി സുഖമായിട്ട് ജീവിക്കാനുള്ള ബോധ്യമുണ്ടെന്നില്ല. സ്വന്തം കാലം നിൽക്കാൻ കഴിവില്ലാത്ത ഒന്നിനും കൊള്ളാത്ത പെണ്ണിൻ്റെ ഗതികേട് അത്രയേ ഉള്ളൂ. മറ്റാളിനെ തുടർന്ന് ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് മരിക്കാൻ തോന്നുക. പക്ഷേ ഇപ്പം ഞാൻ മരിച്ചാൽ തകർന്നു പോകുന്ന ഒരാൾ ഈ ലോകത്തുണ്ടല്ലോ, അതുകൊണ്ട്. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മാഷയും മോനെയും ഒരുപാട് മിസ് ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞ മാഷ അനുസരിക്കണം. പറഞ്ഞു. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിക്കണം. മോൻ അമ്മയായി, മാഷിന് നല്ലൊരു ഭാര്യയായി, രണ്ടാളുടെയും ജീവിതത്തിൽ സന്തോഷം മാത്രം തരുന്നൊരു പെണ്ണ്. അതുപോലെ ഞാനില്ലാതായ ഒരിക്കലും കുടിക്കരുത്. എന്നെ ഓർത്ത് കരയരുത്, എഴുത്തും നിർത്തരുത്. കുടിക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പുവരാമില്ല. മറ്റു രണ്ടും നടക്കുമെന്നറിയില്ല. കാരണം നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ലടി. ഒരു വാക്ക് കൊണ്ടുപോലും ആശ്വസിപ്പിക്കാൻ കഴിയാതെ പുലരുവോളം ഞങ്ങൾ കരഞ്ഞ ദിവസം. ഒരു യാത്ര പറച്ചിൽ താങ്ങാനുള്ള ശക്തി എനിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നീട് അവൾ വിളിച്ചതേയില്ല. നിക്കാ കഴിഞ്ഞ കാര്യം അറിയിച്ച ഷമീറാണ്. നിവൃത്തികളുണ്ട് ചെയ്തു പോയതാണ് അവള്. ഉപ്പ മരിച്ചുപോയ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തുന്നത് അവളുടെ മാമയാണ്. അപ്പോൾ അയാളെ തീർത്ത അനിയത്തിമാരുടെ കാര്യം അവതാളത്തിലാവും. കുടുംബഭാരം ചുമലിലേറ്റ് ഒറ്റയ്ക്ക് പോരാടൊന്നും എല്ലാ പെൺകുട്ടികൾക്കും പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് അവളെപ്പോലെ ലോകപരിചയതില്ലാത്തൊരു പാവത്തിന്. എനിക്കറിയാം ഷമീറെ, എവിടെയായിരുന്നാലും സന്തോഷത്തോടെ അവളും മോളും ജീവിച്ചാൽ മതി. നമ്മൾ സ്നേഹിക്കുന്നവർ ഹാപ്പിയാണെന്ന് അറിയുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. ഉള്ളിലെ സങ്കടക്കടൽ അണപ്പൊട്ടി ഒഴുകാതിരിക്കാൻ പാടുവിട്ട് ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. അവള് കിട്ടിയ ഭാഗ്യവാനാടാ. ശരിക്കൊരു മാലാകയാടാ അവള്. കൂടെ ഉണ്ടായിരുന്ന 3 വർഷം ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് നോവുന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. സുജി, നിങ്ങളുടെ ബന്ധം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. നിന്നോട് എന്തൊക്കെയോ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. അത് ചെയ്യണം. ഞാൻ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരുന്നു. കണ്ണീർ പാളിക്കപ്പുറം ഷമീറിന്റെ രൂപം അവ്യക്തമായി. അത് കൊള്ളാം, എന്നെ കാണാൻ വന്നിട്ട് മാഷ് സ്വപ്നലോകത്താണ്. മെയറിന്റെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്കിപ്പുറം യാഥാർത്ഥ്യത്തിലാണ് ഞങ്ങൾ ഇപ്പോഴെന്ന് തിരിച്ചറിവ് വരാൻ 2 നിമിഷം വേണ്ടി വന്നു. മെയറിന് വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് തടിച്ചു, ഭംഗിയുള്ള കണ്ണുകൾക്ക് മീതെ ഒരു കണ്ണട. ആ മുഖത്തിന്റെ മനോഹാരിത അതുപോലെ തന്നെയുണ്ട്. ഞാൻ വെറുതെ പഴയതൊക്കെ ഓർത്തു. ഞാനും ഓർക്കാറുണ്ട് മാഷേ. നല്ല ഓർമ്മകളാണല്ലോ ജീവിതത്തിന്റെ പ്രചോദനം. ഹസ്ബൻഡ് മരിച്ചിട്ട് 5 വർഷമായില്ലേ? ഒരു പാവായിരുന്നു. ഒരു കൈക്കും കാലിനും സ്വാധീനമില്ല. പക്ഷെ അവരുടെ കുടുംബമായിട്ടുള്ള ബിസിനസ്സുകളെല്ലാം മൂപ്പര് ഒറ്റയാളുടെ മിടിക്കൊണ്ടാണ് വളർന്നു വലുതായത്. എന്നെയും മോനെയും ജീവനായിരുന്നു. മാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്തിനാ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാളെ വിട്ടിട്ട് വന്നതെന്നാ ചോദിച്ചത്. പിന്നെ കുറച്ചാൾ എൻ്റെ സ്വപ്നങ്ങൾ തടുത്ത കുറ്റബോധത്തിൽ കഴിഞ്ഞു. ഒടുവിൽ നന്നായി സ്നേഹിച്ച് ജീവിച്ച് തുടങ്ങിയപ്പോഴാണ് അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചത്. മേറിൻ കണ്ണുകൾ തുടച്ചു. അതോടെ എൻ്റെയും മോളുടെയും കഷ്ടകാലം വീണ്ടും തുടങ്ങി. സ്വത്തുക്കൾ എനിക്ക് തരേണ്ടി വരുമെന്ന് മൂപ്പരുടെ ഏട്ടന്മാർക്കും നാത്തുമാർക്കും പേടി. പിന്നെ എല്ലാം പണ്ടത്തെ പോലെ കുത്തുവാക്കുകൾ, ഒറ്റപ്പെടുത്തൽ, പട്ടിണിക്കിടൽ. മോളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ച്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഇളയാനിത്തിക്ക് എന്നെ വലിയ കാര്യം. അവളുടെ സഹായം കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പം ചെറിയൊരു ജോലിക്കായി. പഠിച്ചവൻ്റെ സഹായം കൊണ്ട് ഞാനും മോളെ ഹാപ്പി. കാറ്റിൽ നീങ്ങിപ്പോയ തട്ട് അവൾ നേരെയിട്ടു. മാഷ് ആഗ്രഹിച്ച പോലെ ഞാനിന്ന് സ്വന്തം കാലിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരാഗ്രഹം മാഷ് സാധിച്ചു തന്നിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ കള്ളുപിടിക്കാറില്ല. പിന്നെ വേറൊരു പെണ്ണിനെ സ്വീകരിക്കുന്ന കാര്യം ശ്രമിച്ചിരുന്നു ഞാൻ. ആരും ആർക്കും പകരമില്ലെന്ന് തിരിച്ചറിവ് വന്ന ശേഷം അത് നിർത്തി. ഞാനും മോനും ഹാപ്പിയാണ്. അതുപോലെ അവൾ മറുപടി അറിഞ്ഞില്ല. എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനാണ് മറ്റന്നാൾ. താൻ മോളെയും കൂട്ടി വരണം. നമ്മൾ ആദ്യം കണ്ട അതേ ഓഡിറ്റോറിയത്തിൽ. ഫസ്റ്റ് കോപ്പി തനിക്ക് തരണമെന്ന് ആഗ്രഹം. കാരണം ഇത് നമ്മുടെ കഥയാണ്. അവൾ ആശ്ചര്യത്തോടെ തന്നെ എന്നെ നോക്കി.
തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ വർഷങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായി കണ്ടപ്പോഴുള്ള അതേ നോട്ടം. ഞങ്ങൾ പോട്ടെ, പിന്നെ മറ്റന്നാൾ കാണാം. സ്വന്തം അല്ലെങ്കിലും എനിക്കൊരു വാടക വീടുണ്ട്, അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് പോകാം. ഇപ്പം എനിക്ക് ആരെയും ഭയക്കാതെ മാഷിനെ ക്ഷണിക്കാം. പക്വതയോടുള്ള സംസാരം കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. ഇനിയും വരാലോ, പക്ഷെ ഇപ്പം സമയമില്ല. ഷമീറിൻ്റെ വീട്ടിലൊന്ന് പോകണം. വൈഷ്ണവ് ആലിയും ഞങ്ങളുടെ അടുത്തെത്തി. ഞങ്ങൾ പോട്ടെ മോളെ. അവൾ സങ്കടത്തോടെ എന്നെയും വൈഷ്ണവിനെയും മാറി മാറി നോക്കി. അവനോട് കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ എത്ര അടുത്തു എന്ന് ആ നോട്ടം കൊണ്ട് മനസ്സിലാവുമായിരുന്നു. വിഷമിക്കണ്ട, മറ്റന്നാൾ രാവിലെ ഉമ്മയുടെ കൂടെ ഒരിടം വരെ വാ, ഞങ്ങൾ അവിടെ ഉണ്ടാവും. ആ മിഴികൾ വിടർന്നു. മെഹറിൻ വൈഷ്ണവിന്റെ കവിളിൽ തലോടി. നന്നായി പഠിക്കുന്നില്ലേ? അച്ഛൻ്റെ പ്രതീക്ഷയാ മോൻ, അത് ഓർമ്മ വേണം. അവൻ തലയാട്ടി. ഞങ്ങൾ യാത്ര പറഞ്ഞ് റോഡിലേക്ക് നടന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. അച്ഛാ, നല്ല ആൻറ്റിയും മോളും അല്ലേ? യാത്രികയുടെ വൈഷ്ണവ് ചോദിച്ചു. നിനക്കിഷ്ടമായോ? പിന്നില്ലാതെ, ഇത്രയും നല്ല ആൻറ്റിയല്ലേ അച്ഛൻ വേണ്ടാന്ന് വെച്ച്. അവനിന്ന് എല്ലാം അറിയാം. +1 പഠിക്കുന്ന ഒരു കൗമാരക്കാരനോട് എന്ത് വിളിക്കാൻ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. അവൻ്റെ അമ്മയുടെ മരണത്തിന് കാരണം ഉൾപ്പെടെ അവനറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ്. പണ്ട് മെഹറിനെയും ആലിയെയും ഫോണിലൂടെ ശബ്ദം കേട്ടും ഫോട്ടോ കണ്ടും മാത്രമേ അവൻ അറിയൂ. അന്ന് തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഇടയ്ക്കവളെ മറന്നുപോയി. വേണ്ടെന്ന് വെച്ചതിൻ്റെ കാരണം നിനക്കറിയില്ലേ വിശു? മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്ന ത്യാഗമൊന്നുമല്ല, വെറും ഫോളിഷ്നെസ്സാണ് വിശു. നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് പോലെയൊന്നും ഇല്ലാത്ത ഒത്തിരി ഫാമിലി ഈ കാലത്തും കേരളത്തിലുണ്ട്. നിസ്സായരായ ഒരുപാട് പെൺകുട്ടികൾ ഇന്നും അവരുടെ സ്വപ്നങ്ങൾ കണ്ണീരോട് ഉപേക്ഷിക്കുന്നു, വീട്ടുകാർക്ക് വേണ്ടി. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ ജീവിതം നമ്മളിൽ അച്ഛാ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇപ്പോഴാണേ രണ്ടാൾ നന്നായി പഠിച്ച് ജോലി വാങ്ങിയ ശേഷം അന്നും ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കെട്ടിക്കുമെന്ന് പറയും. ഇനി അതല്ല, നീ സെറ്റിൽഡായ ശേഷമാണ് പ്രണയിക്കാൻ തുടങ്ങിയതെങ്കിൽ ഏത് പെണ്ണിനെയായാലും സമ്മതിക്കും. എന്നെപ്പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ലല്ലോ. മെഹറിനാരിയുടെ വീട്ടുകാർക്ക് മതവും കുടുംബമഹിമയും നാട്ടുകാരെന്ത് പറയുന്നൊക്കെയായിരുന്നു പ്രധാനം. അതുകൊണ്ട് അവരെന്ത് നേടി? ഇന്നും ആൻറ്റി തനിച്ചല്ലേ? എനിക്കതിന് ഉത്തരവുണ്ടായില്ല. അച്ഛനൊന്ന് വൈകൃതിക്കേ. ഞാൻ അനുസരിച്ചു. അവനിറങ്ങി എൻ്റെ മുമ്പിലേക്ക് വന്നു. സത്യം പറ, ഇന്നും അച്ഛൻ്റെ മനസ്സിൽ ആൻറ്റിയോട് പണ്ടത്തെ അതേ ഇഷ്ടമല്ലേ? എടാ അത് യെസ് ഓർ നോ? ആ ഉണ്ട്. എന്നിട്ട് ഇന്ന് കണ്ടപ്പോൾ തുറന്നു പറഞ്ഞോ? നിനക്ക് വട്ടുണ്ടോ വിശു? അവൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുന്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടു അടുത്തു. പിന്നീട് വീണ്ടും ഒരാളുടെ ഭാര്യയായി. പക്ഷെ അദ്ദേഹത്തിന് അധികം ആയുസ്സുണ്ടായില്ല. ഇന്ന് അവൾ കഷ്ടപ്പെട്ട് അധ്വാനം ജീവിക്കുന്നു. ഇപ്പം ഞാൻ പണ്ടത്തെ ബന്ധവും പൊക്കി പിടിച്ച് പോയാലേ അവൾ ഉറപ്പായിട്ട് നോ പറയും. അച്ഛൻ അതിന് അവരോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. ഞാൻ കണ്ടു ആൻറ്റി അടുത്തുണ്ടായിട്ട് പണ്ടത്തെ ഓർമ്മകൾ അയവർക്കുന്നു. കഷ്ടം. ഞാൻ ചമ്മൽ മറക്കാൻ പാടുവിട്ടു. അച്ഛനെ ഇന്നും ആൻറ്റിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അച്ഛൻ അന്ന് കൊടുത്ത മോട്ടിവേഷൻ കൊണ്ടാണ് കുടുംബക്കാരെയൊക്കെ അവഗണിച്ച് ഇന്നിങ്ങനെ ജീവിക്കുന്നത്. ഒരാളെ അടുപ്പിക്കാറില്ല. അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 നാവാ. എന്നും അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുവരെ ഇറങ്ങിയ അച്ഛൻ്റെ എല്ലാ പുസ്തകങ്ങളും അവരുടെ ബെഡ്റൂമിലുണ്ട്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അമ്പരുന്നു. ആലിയെ പറഞ്ഞു. അച്ഛാ പ്ലീസ്, ഒത്തിരി അനുഭവിച്ചല്ലേ ആൻറ്റി, ഇനിയെങ്കിലും അച്ഛനെ അവരെ കൂടെ കൂട്ടിക്കൂടെ? അതല്ല വിശു, ഭർത്താവ് മരണപ്പെട്ട ചാൻസ് മുതലെടുക്കുകയാണ് ഞാനെന്ന് അവൾ ചിന്തിച്ചാലോ? ആ പേടിയുണ്ട്. കുന്തം. അവൻ ദേഷ്യപ്പെട്ടു. ആൻറ്റിയുടെ മനസ്സ് കാണാൻ പറ്റാത്ത അച്ഛൻ്റെ എന്ത് സ്നേഹ. ആൻറ്റിയുടെ ഭർത്താവ് മരിച്ച് ഇന്നലെയൊന്നുമില്ല. ഇനി മരണവരെ ആൻറ്റി തനിച്ച് ജീവിക്കാണ് വേണ്ടത്. അതുകൊണ്ട് ആർക്കും എന്ത് കിട്ടാനാ? അവനോട് പറയാൻ എൻ്റെ പക്കൽ വാക്കുകളൊന്നും ഉണ്ടായില്ല. അവൻ ബൈക്കിൽ കയറി. ബൈക്ക് തിരിക്ക്. അവൻ്റെ അടുത്ത ആജ്ഞ. എങ്ങോട്ടാടാ? ആൻറ്റിയുടെ വീട്ടിലേക്ക്. ഇന്ന് മര്യാദയ്ക്ക് ഒരു തീരുമാനത്തിലെത്തണം. നീയൊന്നും മിണ്ടാണ്ടിരിക്കും വെച്ചു. അതൊന്നും ശരിയാവില്ല. അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കാറില്ലേ? ഈ ഒരു തവണ എനിക്ക് വേണ്ടി പ്ലീസ് അച്ഛാ. മോനെ അവൾ സമ്മതിച്ചില്ലേ പിന്നെ ആ മുഖത്ത് നോക്കി എനിക്ക് പറ്റില്ലടാ. സമ്മതിക്കും. അച്ഛൻ ഇന്നും തനിച്ച് കഴിയുന്ന ആൻറ്റിക്ക് ഏറ്റവും വലിയ സങ്കടം. ഞാൻ തനിച്ചില്ലല്ലോ, നീലടാ എനിക്ക്. ഊള സിനിമ ഡയലോഗ്. ഞാൻ അച്ഛൻ്റെ മോനാ, ഭാര്യയല്ല. കൂടുതലൊന്നും പറയിക്കരുത്. മിണ്ടായിരിക്കുന്നത് നല്ലത്. ഇന്നത്തെ പിള്ളേരാ, വേറെ വല്ലതും വിളിച്ചു പറയും. എടാ ഷമീർ കാത്തിരിക്കും. അങ്ങനെ ഞാൻ ഫോൺ വിളിച്ചു പറയാം. വണ്ടി എടുക്കും മാഷേ. വേറെ വഴിയില്ല. ഞാൻ ബൈക്ക് തിരിച്ചു. എനിക്ക് വഴിയല്ലോ വിച്ചു. വന്ന വഴി വിട്. ബാക്കി ചോദിച്ചു പോവാം. അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല. മറ്റന്നാൾ ഇറങ്ങുന്ന അച്ഛൻ്റെ കഥയുടെ അവസാനം രണ്ടാളും ഒരുമിക്കുന്നല്ലേ? ജീവിതത്തിൽ അങ്ങനെ വേണ്ടേ? അവനെൻ്റെ വയറിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. എനിക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലിക്ക് വേണ്ടി ആൻറ്റിയും. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടാളും ഹാപ്പി ആയിട്ടിരിക്കണം. നാട്ടുകാരോടും വീട്ടുകാരെല്ലാം പോകാൻ പറ. മക്കളായ ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം ഒരുത്തിനും വേണ്ട. നീ ഹാപ്പിയാണോ വിശു? നാളെ ചെയ്ത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നരുത്. ഞാൻ ഒത്തിരി ഹാപ്പി അച്ഛാ. എനിക്കൊരു അനിയത്തി കിട്ടിയല്ലോ. പിന്നെ ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് എനിക്കൊരിക്കലും തോന്നില്ല. പറത്തി വിടാച്ചാ. അവൻ പിടിമുറുക്കി. ഞാൻ ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടി. ഉള്ളിൽ അലയടിക്കുന്ന ആകാംക്ഷയാണോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഹൃദയമിടിപ്പ് അതുവല്ലാതെ കൂടുന്നുണ്ട്. മെഹറിൻ്റെ അടുത്തേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. എന്താവും അവളുടെ പ്രതികരണം? സമ്മതിക്കുമെന്ന് വൈഷ്ണവ് പറയണമെങ്കിൽ അവനത് ഉറപ്പുണ്ടാവും. ഞാനും മിന്നുവും ഞങ്ങളുടെ മക്കളും എന്ന സ്വപ്നത്തിലേക്ക് ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രം ബാക്കി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.